ഇന്ന് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത് വളരെ വിഷമത്തോട് കൂടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളെ യൂട്യൂബ് ചാനലുകളിലും ഇൻസ്റ്റഗ്രാം പേജുകളിലും ഫേസ്ബുക്ക് പേജുകളിലും കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് എൻ്റെ നാട്ടിൽ സംഭവിച്ച ചെതലയം എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ സുഹൃത്തുക്കളായ 2 പേരെടുത്ത കൂപ്പണ് നറുക്കടിക്കുകയും അതിൽ ഫസ്റ്റ് നറുക്ക് തന്നെ വീഴുകയും അത് കിട്ടിയ ആളുകളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബ് ചാനലുകളിലും ഫേസ്ബുക്ക് പേജുകളിലും ഇട്ട് വളരെ രൂക്ഷമായിട്ട് ഉപദ്രവിക്കുന്ന കാഴ്ചകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കുറച്ച് സത്യാവസ്ഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇതേപോലെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. പല ആളുകളെയും വിഷമങ്ങൾ കണ്ട് സഹായിച്ചിട്ടുണ്ട്, സഹായിക്കാൻ വേണ്ടി പലരിടത്തും അഭ്യർത്ഥന ചെയ്തിട്ടുണ്ട്. പലർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൈകൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും പലർക്കും വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. അത്രയാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ടും, ഈ നാസർ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ വീഡിയോ കണ്ടിട്ടും ഞാൻ ചെയ്തത്. അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പലരും എന്നോടിപ്പോൾ മെസ്സേജ് അയച്ചും യൂട്യൂബിൽ കമന്റുകളായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നാസർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം, നിനക്ക് എങ്ങനെയാണ് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം, നീ എങ്ങനെയാണ് ഈ വ്യക്തിയുമായിട്ടുള്ള നിന്റെ കണക്ഷൻ എന്താണ്, അടുപ്പം എന്താണ്. ഫൈസൽ ചെറുവാടി എന്ന് പറയുന്ന വ്യക്തി ഇതിന്റെ സത്യാവസ്ഥകളും കാര്യങ്ങളും ഒന്നും അറിയാതെ പല വീഡിയോസും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും അദ്ദേഹം യൂട്യൂബിൽ പറയുന്നുണ്ട്. ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാണ്. ഈ ഫൈസൽ ചെറുവാടി എന്ന് പറയുന്ന വ്യക്തി കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വ്യക്തമായി അറിയാതെ പലതരത്തിലുള്ള റൂമറുകളാണ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ട് അത് സംബന്ധമായിട്ട് പല യൂട്യൂബേഴ്സും പല രീതിയിലുള്ള കണ്ടന്റുകളായിട്ട് അവരും ചെയ്യുന്നു. അവർ ചെയ്തോട്ട് പ്രശ്നമില്ല. അവർ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടായിരിക്കാം ചെയ്യുന്നത്. ഇനി ഈ വീഡിയോ ഏത് രീതിയിൽ ആണ് പുറത്തേക്ക് വരിക എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാറുണ്ട്, എൻ്റെ ഫാമിലി സംബന്ധമായിട്ടുള്ള ബ്ലോഗ് ഇടാറുണ്ട്. ഇന്നലെ വരെ ഞാൻ ഇട്ടത് എൻ്റെ വർക്ക് സംബന്ധമായിട്ടുള്ള, ഞാൻ ഈ വണ്ടിയിൽ പോകുന്ന വീഡിയോസ് കാര്യങ്ങളായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാസർ എന്ന വ്യക്തി എൻ്റെ സ്വന്തം ഉപ്പ തന്നെയാണ്. ആ ചോര തന്നെയാണ് എൻ്റെ ഞരമ്പിൽ ഓടുന്നത്. പക്ഷെ ആ ബന്ധം 25 വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്നുപോയൊരു കാര്യമാണ്. 25 വർഷത്തിന് ശേഷം ഈ നാസർ എന്ന് പറയുന്ന, എൻ്റെ ഉപ്പ എന്ന് പറയുന്ന ഈ വ്യക്തി, എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഈ നാസർ എന്ന വ്യക്തിയുമായിട്ട് എനിക്ക് നേരിട്ട് യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റോ കാര്യങ്ങളോ എനിക്കില്ല, ഉണ്ടായിട്ടുമില്ല. പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പലരും പറഞ്ഞു പരത്തുന്നതും പലരും ചെയ്യുന്നതും. ഇപ്പൊ എൻ്റെ നാട്ടിൽ, എൻ്റെ വീടിന്റെ അടുത്തുള്ള എൻ്റെ അയൽവാസികളോടും, അന്ന് എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചു കൊടുത്ത ആളുകളോടും, അതുപോലെ തന്നെ എൻ്റെ വീടിന്റെ അടുത്തുള്ള ആളുകളോടും, എന്നെ അറിയുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, ഈ ഫൈസൽ ചെറുവാടി പോലുള്ള ആ മനുഷ്യനെ ഇവിടുന്ന് പോയിട്ട് ഏകദേശം ഒരുപാട് വർഷങ്ങളായി. ഈ ഫൈസൽ ചെറുവാടി എന്ന് പറയുന്ന വ്യക്തി എൻ്റെ നാട്ടിൽ നിന്ന് പോയിട്ട് ഒരുപാട് വർഷങ്ങളായി. അയാൾക്ക് ഇവിടുത്തെ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ എന്താണെന്നോ, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണെന്നോ, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നോ ഒന്നും ഈ പറഞ്ഞ വ്യക്തിക്ക് അറിയില്ല. ഒരു കാര്യങ്ങളും ഈ പറഞ്ഞ വ്യക്തിക്ക് അറിയില്ല. ഈ നാസർ എന്ന് പറയുന്ന, എൻ്റെ ഉപ്പ എന്ന് പറയുന്ന, എൻ്റെ സിരകളിൽ ഓടുന്ന ചോര തന്നെയാണ് അദ്ദേഹത്തിന്റെ സിരകളിൽ ഓടുന്നത്. ശരിയാണ്, നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ ഫൈസൽ ചെറുവാടി പറഞ്ഞ കാര്യവും ശരി തന്നെയാണ്, സത്യം തന്നെയാണ്. പക്ഷേ 25 വർഷങ്ങൾക്ക് ശേഷം, 26 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഉപ്പയാണെന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കാണുന്നത്, നല്ലോണം കാണുന്നത്, മുഖത്തോട് മുഖം കാണുന്നത് എൻ്റെ വിവാഹത്തിന്റെ അന്നാണ്. പലരും അന്ന് കണ്ടിട്ടുമുണ്ട്, എൻ്റെ നാട്ടിലുള്ള ആളുകളും പലരും അന്ന് കണ്ടിട്ടുമുണ്ട്. പലർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതുമാണ്. എൻ്റെ കുടുംബം നോക്കുന്നത് എൻ്റെ ഉമ്മയാണ്, ഞാനാണ്. എൻ്റെ കുടുംബത്തിലേക്ക് ഈ പറയുന്ന വ്യക്തി ഒരു രൂപ പോലും ഈ കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് ശേഷം ചെലവിന് തന്നിട്ടില്ല. പിന്നെ ഏത് രീതിയിലാണ് ഇദ്ദേഹം എൻ്റെ ഫാദർ ആവുന്നത്, എൻ്റെ ഉപ്പയാവുന്നത്? എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഈ ചാനൽ വഴിയും അവിടെയും ഇവിടെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും എന്നെയും എൻ്റെ കുടുംബത്തെയും മാനം കെടുത്തി, എങ്ങനെയെങ്കിലും മാനം കെടുത്തി കാര്യങ്ങൾ. ഈ ഫൈസൽ ചെറുവാടിയുടെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്ത്, കല്യാണം കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്ത്, ഞാൻ എൻ്റെ വൈഫും ഫാമിലിപരമായിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. ആ സമയം മുതലേ ഇദ്ദേഹം, ഈ പറയുന്ന വ്യക്തി, എങ്ങനെയെങ്കിലും എൻ്റെ ചാനൽ തകർക്കാം, എന്നെ തകർക്കാം എന്നുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എൻ്റെ വൈഫിന് അത് നന്നായിട്ട് അറിയാം, എൻ്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. ഇയാൾക്ക് എന്താണ് എന്നോട് എൻ്റെ കുടുംബത്തോട് ഇത്ര ദേഷ്യം എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഇവരുടെ ഉമ്മയാണെന്ന് പറയുന്ന ഈ താത്തയും ഇവരുടെ ഉപ്പയും ഇവരുടെ ഫാമിലിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ അടുപ്പമുള്ളൊരു കുടുംബമാണ്, അടുപ്പമുള്ളൊരു ഫാമിലിയാണ് ഞങ്ങൾ.
വളരെ നല്ല രീതിയിൽ ഈ മനുഷ്യൻ ഇവിടുന്ന് പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങളായി. ഇപ്പൊ എന്റെ ഉമ്മാനോടൊന്ന് ചോദിച്ചപ്പോ അമ്മക്ക് പോലും അറിയില്ല ഇപ്പൊ എവിടെയാണ്, എന്നാണ് പോയത്, എങ്ങനെയാണ് പോയത് ഒന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ആ കാര്യങ്ങളൊന്നും എവിടെ നിന്നാണ് വീഡിയോ ചെയ്യുന്നതെന്നോ ആ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സത്യാവസ്ഥ. അതിനുശേഷം ഈ പറഞ്ഞ വ്യക്തിയെ ഞാൻ കാണുന്നത് KL ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലാണ് പിന്നെ ഞാൻ ഈ മനുഷ്യനെ കാണുന്നത്. വളരെ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിൽ കുടുങ്ങി സ്വന്തം വീടും സ്വന്തം കയ്യിലുള്ള അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലവും പോകുന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയും എനിക്ക് കൂപ്പൺ വേണം, അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ളവരെ കൊണ്ട് ഞാൻ മാക്സിമം കൂപ്പൺ എടുപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയും ചെയ്തത്. അത് ഒരു മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. മനുഷ്യത്വം, ഒരു മനുഷ്യനെ സഹായിക്കുക. നിങ്ങൾക്കറിയാം, എന്നെ അറിയുന്ന വ്യക്തികൾക്കറിയാം, എനിക്ക് സ്വന്തമായിട്ട് ഒരു ചാരിറ്റി സംബന്ധമായി പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഒന്ന് രണ്ട് ആളുകളൊക്കെ എനിക്ക് അതിൽ സഹായിക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അവസ്ഥ എനിക്കല്ല അറിയുള്ളൂ, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, എൻ്റെ ജീവിതം എങ്ങനെയാണ് പോകുന്നത്. ഒരു മോനുണ്ട് എനിക്ക്. എൻ്റെ മോന്റെ ജീവിതം ഇനി ഏത് കോലത്തിലാവും. ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മോളുണ്ട്. ആ മോളുടെ ജീവിതം ഏത് അവസ്ഥയിലാവും ഒന്നും ആരും ചിന്തിക്കുന്നില്ല. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ, ഇതിന്റെ സത്യം എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാതെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ, ഒന്നും അറിയാതെ കൂപ്പൺ എടുത്ത് സഹായിച്ച ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ വളരെ മോശമായ രീതിയിലാണ് ഇപ്പൊ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമായ രീതിയിലാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എവിടെയാണ് തെറ്റ് പറ്റിയത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇതിൽ നിരപരാധികളാണ്. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം, ഇപ്പൊ ഷാഫി തന്നെ ഒരുപാട് പ്രാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ അതൊന്നും ചിന്തിക്കാതെ വീണ്ടും ഇത് സംബന്ധമായിട്ടുള്ള വീഡിയോസ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പൂർണ്ണമായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാനുമായിട്ട് ഉള്ള പ്രശ്നം കൊണ്ടാണോ, ഇനി വേറെ എന്തെങ്കിലും ആണോ പ്രശ്നം, ഇനി നറുക്കെടുപ്പിൽ വല്ല പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ടോ, അതൊന്നും അറിയാത്ത വ്യക്തികളാണ് ഞങ്ങൾ. വിളിച്ച സമയത്ത് ഷാഫിയെ ഈ നറുക്കെടുത്തു എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്താണ് ഞങ്ങൾ അറിയുന്നത്. അൽഹംദുലില്ലാ, ഷാഫി പറഞ്ഞ ഒരു വാക്കാണ് അൽഹംദുലില്ലാ, നറുക്കടിച്ചു. എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ലോറിയിലാണുള്ളത്, ഞാൻ ഡ്രൈവിലാണുള്ളത്, ഡ്രൈവ് ചെയ്യുന്നില്ല, ഞാൻ യാത്രയിലാണുള്ളത്. വിളിച്ചു പറഞ്ഞ സമയത്ത് എന്നോട് ഞാൻ ചോദിച്ചു, അൽഹംദുലില്ലാ നറുക്കടിച്ചു, അനക്കാണോ അടിച്ചത്? അൽഹംദുലില്ലാ, സന്തോഷം. അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുഞ്ഞാനുമായിട്ട് എനിക്ക് റിലേഷൻ ബന്ധമുണ്ടോ, ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു നേരം മുമ്പ് ഒരു വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ട് പറഞ്ഞു, നീ കുഞ്ഞാന്റെ തോളത്ത് കൈയിട്ട് നടക്കുന്ന ഒരു വീഡിയോ കണ്ടല്ലോ, ആ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാം, ഞാൻ 2022 പെരപ്പംപോയിൽ നടന്ന ഒരു ഫുട്ബോളിന്റെ സമയത്ത്, അതായത് നമ്മളെ സൽമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു മോനുണ്ട്. ആ മോനെയും കൊണ്ട് കുഞ്ഞാൻ വന്ന സമയത്ത് കുഞ്ഞാനെ കണ്ട സന്തോഷത്തിൽ ആ ഒരു എക്സ്പ്രഷനിൽ ഞാൻ ഓടിച്ചെന്നെടുത്തൊരു വീഡിയോ ആണത്. അതിൽ കുഞ്ഞാൻ എനിക്ക് നല്ല രീതിക്ക് മുഖവും തന്നിട്ടില്ല, എന്നോട് നല്ലോണം സംസാരിച്ചിട്ടുമില്ല. എന്നെ മാറ്റി നിർത്താനാണ് കുഞ്ഞാൻ ശ്രമിച്ചത്. അത് നിങ്ങൾക്ക് ആ വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലുള്ള ആ വീഡിയോ നിങ്ങൾക്ക് കയറി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. യൂട്യൂബിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. പക്ഷെ ഞാൻ അതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. ഞാൻ അപ്പോഴും എന്താ ചെയ്തത്, അദ്ദേഹത്തിന്റെ തോളത്ത് കൈയിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ച് ഞാൻ അങ്ങോട്ട് മാറിപ്പോയി. ആ വീഡിയോ പോലും ഇപ്പൊ മറ്റൊരു രീതിയിലാണ് അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ആ വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ അത്രയും പബ്ലിഷ് ആയിട്ട് അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള നല്ല ഫാമിലി പരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും, പുറത്തുള്ള ചാരിറ്റികളുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും, ഡിസബിലിറ്റി ആയിട്ടുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പോയി കാണുന്നതും. ഗൗരവമായിട്ട് കണ്ടൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുഞ്ഞാനുമായിട്ട് എനിക്ക് യാതൊരു രീതിയിലുള്ള ബന്ധങ്ങളില്ല. എന്റെ ഫോൺ സംഭാഷണങ്ങളും എന്റെ ബാക്കിയുള്ള രീതികളും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു രീതിയിലുള്ള കണക്ഷനോ ഈ കുഞ്ഞാനുമായിട്ട് എനിക്കില്ല. അതേപോലെ തന്നെ ഈ നാസർ എന്ന വ്യക്തിയുമായിട്ട് പേഴ്സണലായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് എന്നെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 4 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 4 ടിക്കറ്റ് ഞാൻ ആദ്യം എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി, ദുബായിലുള്ള സുഹൃത്തിന് വേണ്ടി, അവരുടെ പെങ്ങന്മാരുടെ പേരിൽ 4 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട്. അതിനുശേഷമാണ് ഞാൻ എന്താക്കിയത്, 13 ടിക്കറ്റ് ഞാൻ എടുത്തത്. 13 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഞങ്ങളെ ഈ ലോറി ഓടി ഇതിന്റെ ഫസ്റ്റ് വരുമാനം കിട്ടിയ 13,000 രൂപ. നിങ്ങൾക്കറിയാം, ഞാൻ ഇന്റർലോക്കിന്റെ വർക്കാണ്. ചെറുതായിട്ട് നിന്നും ഞങ്ങൾ കാലി വന്ന് ബാംഗ്ലൂർ വന്ന് അവിടുന്ന് ഇന്റർലോക്കിന്റെ കല്ലെടുത്ത് ബാംഗ്ലൂർ നാച്ചുറൽ സ്റ്റോൺ എടുത്ത് തിരിച്ച് ഞങ്ങൾ നാട്ടിൽ കൊണ്ട് ഇറക്കി. ആ പൈസ കിട്ടി, ക്യാഷ് ആയിട്ട് എന്റെ കയ്യിൽ കിട്ടി. ആ പൈസ എന്നുള്ള രൂപ ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് തീരുമാനിച്ച് മാറ്റി വെച്ചിട്ടാണ് ഈ വ്യക്തിക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാര് എന്നെ വിശ്വസിച്ചിട്ടാണ് ആ പൈസ കൊടുത്തതും.
ഒരു ചാരിറ്റി, അതായത് ഒരാളെ സഹായിക്കുക എന്നുള്ള രീതിയിലാണ് ആ പൈസ കൊടുത്തത്. പക്ഷെ അത് ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചേരുന്നോ, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ക്രൂശിക്കപ്പെടുന്നോ ഒന്നും ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുമില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല. ഇത് എങ്ങനെയാണ് ഇതിലൊരു വിഷയം വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിലൊരു പ്രശ്നം വന്നിട്ടുള്ളത്, ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും ഒരു തരത്തിലും മനസ്സിലാവാത്തൊരു വിഷയമാണിത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ കൂപ്പണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ എന്റെ നാട്ടിലുള്ള ഒരുപാട് ആളുകളോട്, എന്നെ അറിയുന്ന ആളുകളോട് ഞാൻ ഈ കൂപ്പൺ എടുക്കുമോ, നിങ്ങൾക്കൊന്ന് എടുത്ത് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ആളുകളൊക്കെ ഇപ്പോഴും എന്റെ നാട്ടിലുള്ളവരുമാണ്. അവരോടൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഇതിൽ എവിടെയാണ് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത്, എങ്ങനെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്, അള്ളാഹുവിന്റെ റസൂലാണ് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇതിൽ നിരപരാധികളാണ്. ഇത് എങ്ങനെയാണ് ഇതിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് സംഭവിച്ചിട്ടുള്ളത്, കുഞ്ഞാനുമായിട്ട് ഏത് രീതിയിലാണ് എനിക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നത്. ഞാൻ കുഞ്ഞാനെ അന്ന് ആ കണ്ടതിന് ശേഷം ഇന്ന് ഈ ദിവസം വരെ കുഞ്ഞാനെ ഞാൻ കണ്ടിട്ടില്ല. കുഞ്ഞാൻ എന്താണ് വ്യക്തി, എങ്ങനെയാണ് വ്യക്തി എന്നുള്ളത് എനിക്കറിയില്ല. നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്. പിന്നെ ഇത് എങ്ങനെയാണ് ഞാനും കുഞ്ഞാനും തമ്മിൽ ഒത്തു കളിച്ച്, എന്റെ കൂട്ടുകാരും കുഞ്ഞാനും തമ്മിൽ ഒത്തു കളിച്ചു, അല്ലെങ്കിൽ ഞാനും ഈ പറഞ്ഞ ആൾക്കാരും, ഈ പറഞ്ഞ നറുക്ക് എടുത്തിട്ടുള്ള ആ വീടിന്റെ ഉടമയായിട്ടുള്ള ആളും ഞാനും തമ്മിൽ എങ്ങനെ ഏത് രീതിയിൽ കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ നിങ്ങളോട് ഇപ്പോഴും ഞാൻ എന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ മനസാക്ഷിയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിൽ എന്താണ് ഫാൾട്ട് വരും? ഇപ്പൊ എന്റെ ഉമ്മാക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, എന്റെ കൂട്ടുകാരന്മാരെ വീട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ഇതോടുകൂടി പെൻഡിങ് ആയി പോയിക്കുക. ഇതിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിതിൽ നിരപരാധികളാണ്. ഷാഫി ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെ ചാനലിൽ. അവനൊരു ചാനലൊക്കെ ഉണ്ടാക്കി ആ ചാനലിൽ അവരവരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ വീഡിയോ ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് എടുത്ത ആള് ഞാനാണ്, ഈ ടിക്കറ്റ് വാങ്ങി പൈസ കൊടുത്ത ആളെ ഞാനാണ്. ആ ടിക്കറ്റ് ഇപ്പോഴും ഷാഫിന്റെ വീട്ടിലിരിക്കുന്നുണ്ട്. അടിച്ച ടിക്കറ്റ് ഇപ്പോഴും ഷാഫിയുടെ വീട്ടിലിരിക്കുന്നുണ്ട്. അത് കൂടാതെയുള്ള ടിക്കറ്റുകളും ഷാഫിന്റെ വീട്ടിലിരിക്കുന്നുണ്ട്. പിന്നെ ഏത് രീതിയിലാണ് ഞങ്ങൾ ഇതിൽ തെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ല. ഏത് രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നുള്ളത് എനിക്കറിയില്ല. നറുക്കെടുത്തതിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് നറുക്കെടുത്ത ആളുകൾ, അവിടെയുള്ള ആളുകൾ നേരിട്ട് പോയി അത് അവർ തമ്മിൽ ചർച്ച ചെയ്ത് അവർ തമ്മിൽ പറയേണ്ട കാര്യങ്ങളാണ്. ഇതിൽ ഞാനും ഈ പറഞ്ഞ ഷാഫിയും ഈ പറഞ്ഞ എന്റെ കൂടെയുള്ള ആളുകളും ഇതിൽ എന്ത് തെറ്റ് ചെയ്തെന്നുള്ളത് ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഇത്രയും സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന്, ഒരാളെ സഹായിച്ചതിന്റെ പേരിൽ, ഒരാളെ സഹായിച്ചു എന്നതിന്റെ മാത്രം കാര്യം എടുത്തിട്ടുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നുള്ളത് ഇതുവരെ എനിക്കും മനസ്സിലായിട്ടില്ല, എന്റെ കൂട്ടുകാർക്കും മനസ്സിലായിട്ടില്ല, എന്റെ നാട്ടുകാർക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളതെന്ന് ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ചെയ്തു തന്നെയാണോ പറയുന്നത്, ഇനി എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്നേ വരെ എന്റെ നാട്ടിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം, ഇന്നേ വരെ ഈ പറഞ്ഞ ഷാഫിയോ, ഈ പറഞ്ഞ ഷുക്കൂറോ, ഈ പറഞ്ഞ ഞാനോ ഒരാൾക്ക് പോലും ഒരു തരത്തിലുള്ള ദോഷകരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. നല്ല കാര്യങ്ങളല്ലാണ്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അന്തസ്സായി പണിയെടുത്ത് ശരീരം നശിപ്പിച്ച് അങ്ങനെ പണിയെടുത്ത് എന്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ച് അങ്ങനെയാണ് ഞാൻ അധ്വാനിക്കുന്നത്. എന്റെ കുടുംബം നോക്കാൻ വേണ്ടി, എന്റെ ഉമ്മയെ നോക്കാൻ വേണ്ടി, എന്റെ ഭാര്യയെ നോക്കാൻ വേണ്ടി, എന്റെ മകനെ നോക്കാൻ വേണ്ടിയിട്ട് അത്രയും അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഒരാള് കഷ്ടപ്പെടുന്നത് കണ്ട് ആ കഷ്ടപ്പെട്ടത് കണ്ടതിൽ ഒരു കൂപ്പൺ എടുക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്ത തെറ്റ്. ഏറ്റവും വലിയ തെറ്റതാണ്. അതിലിപ്പോ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു തെറ്റാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഉമ്മാനെ വിവാഹം ചെയ്തു എന്നുള്ളൊരു റൂമറാണ് ഇപ്പൊ ഇതിൽ പരക്കുന്നത്. ഇതിലിപ്പോ എന്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചു എന്ന് പറഞ്ഞു. എന്താണ് മൂപ്പര പേര് എനിക്കറിയില്ല. ഹൈദർ എന്ന് പറഞ്ഞ ആ വ്യക്തിയാന്ന് തോന്നുന്നു. എന്റെ നാട്ടിൽ വന്നു, എന്റെ പൊന്നു സഹോദര, നിങ്ങൾ എന്റെ നാട്ടിൽ വന്നിട്ട് എന്താണ് അന്വേഷിച്ചത്? എന്റെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ എന്താണ് അന്വേഷിച്ചത്? ഞങ്ങളോട് പച്ചയ്ക്ക് ചോദിക്കാം. നിങ്ങൾക്ക് എന്റെ വീട്ടിലേക്കൊന്ന് വരാൻ കഴിയോ? എന്റെ നാട്ടിലേക്കൊന്ന് വരാൻ കഴിയോ? ഞാൻ ഈ പെരുന്നാളിനാണ് ഞാൻ വീട്ടിലേക്ക് എത്തുക. അന്ന് നിങ്ങളൊന്ന് എന്റെ വീട്ടിലേക്കൊന്ന് വരാവോ? എന്റെ പൊന്നു സഹോദര, നിങ്ങളാണിത് ഇത്രയും വഷളാക്കിയ ഒരു വ്യക്തി നിങ്ങളാണ്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ട് അതിനെ മാനസികമായിട്ട് ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ തളർത്തുന്നത്? എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കപ്പെടുത്തുന്നത്? എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തതെന്നാണ് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഒരു 13 കൂപ്പൺ ഞങ്ങൾ എടുത്തതാണ് ഞങ്ങൾ തെറ്റ്. ഞങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ്, ഞങ്ങൾക്ക് കിട്ടിയ വരുമാനം, ആ വണ്ടിന്റെ അടവ് പോലും മാറ്റി വെച്ചിട്ടാണ് ആ ടോക്കൺ ഞങ്ങൾ എടുത്തത്. വർക്കില്ല, ഒരു നിലത്ത് തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല, ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരാളെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യരുടെ അവസ്ഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ എന്താണ് ചതലയത്ത് വന്നിട്ട് അന്വേഷിച്ചത്? നിങ്ങൾ ബത്തേരി വന്നിട്ട് അന്വേഷിച്ചത്? നിങ്ങൾ ആരോടാണ് അന്വേഷിച്ചത്? ആരാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്? ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തി 3 മാസമായിട്ട്, കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്.
ഞാൻ 1.5 വർഷമായിട്ട് ഈ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 1.5 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്റർലോക്കിന്റെ വർക്കാണ് ചെയ്യുന്നത്. പെയിന്റിങ്ങിന്റെ വർക്ക് എടുത്തിട്ടുണ്ട്, ഇലക്ട്രിക്കലിന്റെ വർക്ക് എടുത്തിട്ടുണ്ട്. പല രീതിയിലുള്ള പണികളും എടുത്ത് ഞാനൊരു പാർട്ട്ണർഷിപ്പിലായിട്ട് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു വർക്കാണ് ഇന്റർലോക്കിന്റെ വർക്ക്. ഞാനും എന്റെ ഫ്രണ്ടും കൂടി തുടങ്ങി. അവന് ഏകദേശം ഒരു 9 വർഷം 10 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അത് കണ്ട് അവന്റെ പ്രോഫിറ്റ് നോക്കി അവന് ഞങ്ങൾക്ക് 2 പേർക്കും ചെയ്യാവുന്ന രീതിക്ക് കാര്യങ്ങളാക്കിയിട്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങിയിട്ടുള്ളതും ഇതുവരെ എത്തിച്ചിട്ടുള്ളതും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് വർക്കും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഒരു വണ്ടി കൂടി എടുക്കാന്നുള്ള നിലയ്ക്ക് എത്തി. ലോണും കടവും കടത്തിന്റെ കള്ളിയും വാങ്ങി ഞങ്ങൾ ഒരു ലോറി എടുത്ത് ആ ലോറിയിലാണ് ഇപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ വണ്ടിയിൽ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റോൺ എടുക്കുന്നത്. ഇപ്പൊ താണ്ടൂരിലേക്ക് സ്റ്റോൺ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. വന്നിട്ട് ഇപ്പൊ 3 ദിവസമായിട്ട് ഇവിടെ വണ്ടി കിടക്കുകയാണ്. സാധനം മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കിടക്കുകയാണ്. എന്റെ പൊന്നു സഹോദരൻ, ഞാൻ നിങ്ങളൊരു ഹൈദർ എന്ന് പറയുന്ന സഹോദരനോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എവിടെ വന്നിട്ടാണ് ആരോടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത്? എവിടെയാണ് നിങ്ങൾ വന്നത്? നിങ്ങൾ ചെതലയത്ത് വന്നിരുന്നോ? ചെതലയത്ത് ഷാഫിയുടെ ഉപ്പയോടോ ഷാഫിയുടെ ഉമ്മയോടോ ഷാഫി വർക്ക് ചെയ്ത ഷോപ്പിലോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? എന്റെ വീട്ടിൽ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നോ? എന്റെ ഉമ്മയോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? എന്റെ നാട്ടിലുള്ള ആരോടെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? ഒരാളോട് പോലും സംസാരിക്കാതെ നിങ്ങൾ വന്ന ഒരു ചെറിയൊരു കാര്യം, നിങ്ങൾക്ക് വായി തോന്നിയ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി, നിങ്ങൾ അതങ്ങോട്ട് ചെയ്തു. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത, ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഞങ്ങളെ വിലയും നിലയും അതോടുകൂടി ഇടിഞ്ഞു പോവുകയാണെന്നുള്ള ഒരു മാനുഷിക പരിഗണന ഞങ്ങൾക്ക് തരാമായിരുന്നു. സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞിട്ടാണ് ഈ പറയുന്നതെങ്കിൽ എന്നോട് എന്റെ വീട്ടിലോ എന്റെ ആളുകളോടോ ചോദിക്കണ്ട, എന്റെ അയൽവാസികൾ അല്ലെങ്കിൽ എന്റെ നാട്ടിലുള്ള അതിന് പ്രധാനപ്പെട്ട ആളുകളോട് നിങ്ങളൊന്ന് ചോദിക്കായിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമായിരുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ചിന്തിക്കാമായിരുന്നു. ഇനി ഈ വീഡിയോയും നിങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുവരാന്നോ, ഏത് രീതിയിലാണ് നിങ്ങളത് പ്രദർശിപ്പിക്കാന്നോ ഒന്നും എനിക്കറിയില്ല. എങ്ങനെയാണ് നിങ്ങളിത് കാണുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ വിഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്റെ കുടുംബത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്ത വിഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്റെ നാട്ടിൽ എനിക്കും എന്റെ കൂട്ടുകാർക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത വിഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല, സത്യമായിട്ടും തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല. ഒരു തെറ്റും ചെയ്യാതെ കൂപ്പൺ എടുത്തു എന്ന് പറയുന്ന വിഷയത്തിൽ, കൂപ്പൺ എടുത്തു എന്നുള്ളൊരു പേരിലും ആ കൂപ്പണിന്റെ നറുക്ക് കിട്ടി. ഇപ്പൊ ഈ ഒരു ഉദാഹരണം ഞാൻ പറയാണ് നിങ്ങളോട്. ഈ നറുക്ക് എടുത്തത് എന്റെ നാട്ടിൽ ഞാൻ എടുത്തു കൊടുത്ത വേറെ ആരെങ്കിലും ഒരാളുടെ ടിക്കറ്റിലായിരുന്നെങ്കിലും ആ ടിക്കറ്റ് സംബന്ധമായിട്ടുള്ള ഒരു വിഷയം വന്നാലും നിങ്ങൾ ഇങ്ങനെ തന്നെ പറയോ? അല്ലെങ്കിൽ ഈ നാസർ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ നാട്ടിലുള്ള ഒരാൾക്ക് അടിച്ചിരുന്നെങ്കിൽ അത് അങ്ങനെയല്ലേ വരുള്ളൂ. ഈ ഹൈദർ എന്ന സഹോദര, നിങ്ങൾ എന്താണ് എന്റെ നാട്ടിൽ വന്ന് അന്വേഷിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ ഒരുപാട് ആളുകളെ വീഡിയോയിൽ നിങ്ങളെ ഇതും വെച്ചിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും കാണുന്നത്. ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. എന്ത് ചെയ്യും? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് തെളിവുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നിരത്തേണ്ടത്? നിങ്ങൾക്ക് എന്ത് തെളിവാണ് വേണ്ടത്? വരിക, എന്റെ നാട്ടിൽ വരിക, എന്നെ നേരിട്ട് കാണാം, ഷാഫിനെ നേരിട്ട് കാണാൻ നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് അതിന്റെ സത്യാവസ്ഥ. അല്ലാതെ ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് ഒരു മനുഷ്യന്റെ കുടുംബവും അവരെ സ്വത്തും എല്ലാം ഇല്ലാതാക്കുന്ന, സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കുന്ന രീതിക്ക് ചെയ്യേണ്ട എന്ത് കാര്യമാണ്? എന്നോട് നിങ്ങൾക്ക് എന്ത് ദേഷ്യമാണുള്ളത്? ഷാഫിയോട് നിങ്ങൾക്ക് എന്ത് ദേഷ്യമാണുള്ളത്? ഞങ്ങൾ ഏത് രീതിയിലാണ് ജനങ്ങളെ പറ്റിച്ചത്? കൂപ്പൺ എടുത്ത് സഹായിച്ചതാണോ ഞങ്ങൾ ചെയ്തിട്ട്? ഇതേപോലെ 8000 സംതിങ് ആളുകൾ എടുത്തിട്ടുള്ള അതേപോലെ തന്നെ കൂപ്പൺ എടുത്ത വ്യക്തികളാണ് ഞങ്ങളും. നറുക്കെടുത്തതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നറുക്കെടുത്തവരുമായിട്ട് അവരെ ഫേസും അവരെ ബാക്കിയുള്ള കാര്യങ്ങളും വെച്ച് നിങ്ങൾ വീഡിയോ ചെയ്യുക, അവരെ കാര്യങ്ങളായിട്ട് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുക. അല്ലാതെ ഞങ്ങളെ പോലെയുള്ള വ്യക്തികളെ വെച്ചിട്ട് ഞങ്ങളെപ്പോലെ അന്നാമത്തെ ജീവിതത്തിനും വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്ന 1000 രൂപ കൂലി എനിക്കുള്ളത് ഒരു ദിവസം. 1000 രൂപയ്ക്ക് എനിക്ക് 500 രൂപ 10,000 രൂപയുടെ ചെലവാ. ഒരു മനുഷ്യന്റെ ദയനീയമായ അവസ്ഥയാണ്. ഇപ്പൊ ഒരു വർക്കിന് പോകാൻ പറ്റുന്നില്ല. എന്റെ കൂട്ടുകാർക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്നു സഹോദര, നിങ്ങൾ എന്റെ നാട്ടിലേക്ക് വരിക. പെരുന്നാളിനാണ് ഞാൻ വീട്ടിലേക്ക് എത്തുക. എന്റെ നാട്ടിലേക്ക് നിങ്ങളൊന്ന് വരിക. എന്താണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ അറിയുക. ഒന്നല്ലെങ്കിൽ ഈ വീഡിയോ എന്നെങ്കിലും നിങ്ങളതൊന്ന് മനസ്സിലാക്കുക, ഒന്ന് ചിന്തിക്കുക. ഒരാളെയും അല്ല നിങ്ങൾ നശിപ്പിക്കുന്നത്. 3 കുടുംബങ്ങളാണ് ഇതോട് കൂടിയിട്ട് 3 കുടുംബങ്ങളാണ് നിങ്ങൾ തകർത്ത് കളയാൻ ശ്രമിക്കുന്നത്, ഇല്ലാതാക്കാൻ നോക്കുന്നത്. 3 കുടുംബങ്ങളാണ് ഇതോട് കൂടിയിട്ട് തകർന്ന് തരിപ്പണമായി പോകുന്നത്. എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഇത്രയും എനിക്ക് മനോവിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും ഞാൻ സങ്കടപ്പെട്ട ഒരു ദിവസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ എടുത്ത കൂപ്പൺ കാരണം എന്റെ കൂട്ടുകാർ അനുഭവിക്കുന്ന വേദനയും യാതനയും അത് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട്. ഈ ഹൈദർ എന്ന് പറയുന്ന വ്യക്തി നാട്ടിൽ വന്നിട്ട് അന്വേഷിച്ചിട്ട് പറഞ്ഞെന്ന് ആവശ്യമുണ്ടല്ലോ. ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തി ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഷോപ്പിൽ നിന്ന് ഈ ഷാഫി പറയുന്ന വ്യക്തി ഇറങ്ങിയിട്ട് 2.5-3 മാസമായി.
ഈ 3 മാസമായി ഷാഫി ഇറങ്ങിയിട്ട്. ഈ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഷാഫി ഞങ്ങളെ വർക്കിൽ പാർട്ട്ണർഷിപ്പ് ആവുന്നതും വർക്ക് സംബന്ധമായിട്ടുള്ള. അതിപ്പോ ഞങ്ങൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളെ നാട്ടിൽ വന്ന് അന്വേഷിക്കണം സുഹൃത്തെ, ഞങ്ങളെ നാട്ടിൽ വന്ന് അന്വേഷിക്കണം. അല്ലാതെ നിങ്ങൾ ബത്തേരി ടൗണിൽ നിങ്ങൾ എന്തോ ആവശ്യത്തിന് വന്ന് ആരെയോ കാണാൻ വേണ്ടിയിട്ട് വന്ന് അവിടുന്ന് ആരോടോ നിങ്ങൾ ചോദിച്ച് എന്തോ കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോയിട്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് ശരിയാണോ? എനിക്കറിയില്ല അതിനെക്കുറിച്ച്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടല്ലോ, നിങ്ങളുടെ ചാനൽ ഞാൻ വീക്ഷിച്ചല്ലോ. എൻ്റെ നാട്ടിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലാതെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒരുപാട് ഗ്രൂപ്പുകളിൽ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണുള്ളത് എനിക്ക് പോലും അറിയില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നത് എന്നുള്ളത് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് ഞങ്ങൾക്ക് പറ്റിയത്? ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? കൂപ്പൺ എടുത്തു എന്നുള്ളൊരു തെറ്റാണോ ഞങ്ങൾ ചെയ്തത്? അതോ നറുക്കെടുപ്പിന് കൂപ്പൺ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കൂട്ടു നിന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഒരു കൂട്ടു നിന്നൊരു പ്രശ്നം നിങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വേറെ എന്തെങ്കിലും രീതികൾ വെച്ച് നിങ്ങൾ തെളിയിക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ വെച്ച് ചാനലിൽ ഒരു വീഡിയോ ചെയ്ത് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി. സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ ചെയ്യുന്നൊരു പ്രവൃത്തി. സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തിയും ഈ ഷുക്കൂർ എന്ന് പറയുന്ന വ്യക്തിയും എനിക്ക് എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് അറിയുന്ന ആളുകളാണ്. എന്റെ അത്രയും അടുത്ത് എന്റെ കൂടപ്പിറപ്പുകളാണ് ഇവർ രണ്ടുപേരും. ഇവരല്ല, ഇനിയും ഒരുപാട് ആളുകൾ എന്റെ നാട്ടിലുള്ള ആളുകൾ, എന്റെ കൂടപ്പിറപ്പുകളുള്ള ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇവരോടൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഈ കൂപ്പൺ എടുക്കാം എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. ഇതിനുശേഷം എനിക്ക് അതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാനോ ഒരു കാര്യങ്ങൾക്കും പിന്നെ എനിക്ക് സമയം കിട്ടില്ല. ഞാൻ നാട്ടിലേ ഉണ്ടാവാറില്ല. അതെന്റെ നാട്ടിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഞങ്ങളൊക്കെ പല പ്രശ്നങ്ങളും ജീവിക്കാൻ പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്ത് നടക്കുന്ന ഓരോ വ്യക്തികളാണ്. പല രീതിയിലുള്ള പണികളും എടുത്ത് പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങളെ ഇനിയെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നവരെ, സത്യാവസ്ഥ പുറത്തു വരുന്നത് വരെ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ താഴ്മയായിട്ട് നിങ്ങളോട് പറയാണ്. ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, എന്ത് വീഡിയോ വേണമെങ്കിലും നിങ്ങൾ ഇറക്കിക്കോ. ഇനി അതല്ല, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അത്രയ്ക്കും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വരാം, എന്റെ നാട്ടിൽ വരാം, എന്റെ അയൽവാസികളോട് ചോദിക്കാം. ഞാൻ ഈ നറുക്കെടുക്കുന്ന കാര്യം എന്റെ ചെതലയം ടൗണിലുള്ള എന്റെ നാട്ടിലുള്ള ഒരുപാട് ആളുകളോട് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അവരോട് നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ഈ ബന്ധമുണ്ട് എന്ന് പറയുന്നത്, എന്റെ നാസർ എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നത് അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നിന്നുപോയ കാര്യമാണ്. എത്രയോ വർഷങ്ങൾക്ക്, അത് പലർക്കും അറിയാം. ഈ പറയുന്ന ഈ ഫൈസൽ ചെറുവാടി എന്ന് പറയുന്ന വ്യക്തിക്ക് പോലും അതറിയാം, അയാൾക്ക് പോലും അതറിയാം. പക്ഷെ എങ്ങനെയെങ്കിലും ഒരാളെ കരിവാരി തേച്ച്, ഒരാളെ മോശമായി ചിത്രീകരിച്ച് അതിൽ നിന്നും എന്തെങ്കിലും ഒരു മനസുഖം അയാൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. മരിച്ചു പോണ്ടേ മനുഷ്യ, ദുനിയാവിന്ന് മരിച്ചു പോണ്ടേ, പടച്ചോന്റെ അടുത്തേക്ക് പോണ്ടേ? അതോ എന്നും ഇതേപോലെ ഇങ്ങനെ ഇരിക്കുവോ? എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതിനു മുമ്പ്, ഞാൻ പറഞ്ഞില്ലേ, ഫൈസൽ ചെറുവാടി ഇതിനു മുമ്പ് എന്റെ കണ്ടന്റുകളിൽ കയറിയിട്ട് നിന്റെ വാപ്പ നാസറല്ലേ, ആ മക്കീന്റെ മോനല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പ്രാവശ്യം ഇതേപോലെ എന്റെ ചാനലിൽ കയറിയിട്ടും പറഞ്ഞിട്ടുണ്ട്. എന്റെ വൈഫിനെ പല രീതിയിലുള്ള ചീത്തകൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇയാളോട് ഞാൻ അയാളെ വാട്സപ്പിൽ മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയരുത്, എന്റെ ചാനലിൽ കയറിയിട്ട് അനാവശ്യ വർത്താനങ്ങൾ പറയരുത്, ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇയാൾ അന്ന് ഈ വീഡിയോ ചാനലിൽ കയറിയിട്ട് കമന്റ് ഇടലും പരിപാടികൾ ഇയാൾ നിർത്തിയത്. എന്റെ കൂടെയുള്ള ഷുക്കൂറിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, മോശമായിട്ടുള്ള തെറികൾ പറയാ, അനാവശ്യ വാക്കുകൾ പറയാ. ഇതൊക്കെ എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് എന്തായാലും ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ, സത്യാവസ്ഥ എല്ലാവരും അറിയട്ടെ. അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്, അങ്ങനെ തന്നെയാണ് ഞങ്ങളും ചിന്തിക്കുന്നത്. ഞങ്ങൾ ചെയ്ത തെറ്റ് എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ തെറ്റ്, എന്റെ കൂട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായ തെറ്റ്. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണമാണ് അവരും ഇതിൽ പെട്ടുപോയത്. ഞാൻ എടുപ്പിച്ചതാണ് അവരെ കൊണ്ട് കൂപ്പൺ, ഒരാളെ സഹായിക്കാം എന്നുള്ള രീതിയിൽ മാത്രം എടുത്തൊരു കൂപ്പൺ. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉപ്പയാണെന്ന് നിങ്ങൾക്കും അറിയാം. കല്യാണ സമയത്ത് വന്നിട്ട് കണ്ടിട്ടുണ്ട്, എന്റെ ഉപ്പാനെ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഒരുവിധം ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതിനു മുമ്പ് എന്റെ ഉപ്പ നാട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ എന്റെ ഫാമിലി ആയിട്ട് ബന്ധമോ എന്റെ ഉമ്മയായിട്ട് ബന്ധമോ ഒരു രീതിയിലുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഞങ്ങളുടെ കുടുംബമായിട്ടില്ല ഈ വ്യക്തിക്ക്. ഞാന് എന്റെ കുടുംബം മൊത്തമായിട്ട് ജീവിക്കുന്നത് എന്റെ ഒറ്റൊരാൾ അധ്വാനത്തിലാണ് ജീവിക്കുന്നത്. അത് എന്റെ നാട്ടിൽ അന്വേഷിക്കാൻ ഒരു രൂപ പോലും
ഒരു രൂപ പോലും ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടില്ല. ഒരു കാരണവശാലും ഞാൻ വാങ്ങൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്, കുടുംബം നല്ല രീതിക്ക് കൊണ്ടുപോകുന്നുണ്ട്, നല്ല ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്, ഭാര്യയുണ്ട്, ഒരു മോനുണ്ട്, നല്ല രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. യൂട്യൂബ് ചാനലുണ്ട്, അൽഹംദുലില്ലാ. വരുമാനങ്ങളും കാര്യങ്ങളും ഒന്നും വലിയ രീതിക്ക് ഇല്ലെങ്കിലും അന്നാന്നുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. ഇനി എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി ഏത് രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടത്, ഇനി ഏത് രീതിയിലാണ് ഞാൻ ഇത് ഇനി എങ്ങനെയാണ് ഇത് തെളിയിക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. എന്റെ വീഡിയോ, എന്റെ ഈ ചാനലിൽ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സമാധാനം ഇല്ലാതായതുകൊണ്ടാണ്. മനസ്സമാധാനം ഇല്ലാതെ പല ഗ്രൂപ്പുകളിലും ചർച്ച വരുന്നതും പല ഗ്രൂപ്പുകളിലും വരുന്ന മെസ്സേജുകൾ കാണുന്നേരവും ചങ്ക് പടഞ്ഞു പോവാണ്. കാരണം ഒരിക്കലും ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്, ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് എൻ്റെ ഉപ്പ എന്നുള്ള ഒരാളെ ഞാൻ ഓർക്കുക പോലും. എനിക്ക് അത്രയ്ക്കും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു അത്. ഞാൻ അത്രയും ആഗ്രഹിക്കാത്തൊരു കാര്യമാണത്. ഉപ്പ എന്നുള്ള ഒരാളെ വേണം, കാണണം എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം വളർന്നു വന്ന രീതി മുതൽ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഉമ്മ കഷ്ടപ്പെടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉപ്പ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഉമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നതും എന്റെ ഉമ്മ എന്റെ നാട്ടുകാരും കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ വ്യക്തി എന്റെ വീട്ടിൽ വരികയോ എന്റെ ഉമ്മാക്ക് ജീവിക്കാനുള്ളത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഇന്നത് ചെയ്യുകയോ ഒരു കാര്യങ്ങളും ഈ കഴിഞ്ഞ 24 വർഷങ്ങൾക്ക് മുമ്പും ഉണ്ടായിട്ടില്ല, ശേഷവും ഇല്ല. കല്യാണം കഴിഞ്ഞു, കുറച്ചേതോ എന്തോ ദിവസങ്ങളായിട്ട് ഇവിടെ നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതൊന്നും അറിയ പോലുമില്ല. ഞാൻ അന്നൊക്കെ വരമ്പിൽ പോലുമില്ല, ഞരമ്പിലാ ഞാൻ ഓടുന്നത്. അതൊന്നും എനിക്ക് അറിയ പോലുമില്ല. എനിക്ക് ഉമ്മ പറഞ്ഞു തന്നു, എന്റെ നാട്ടുകാർ പറഞ്ഞു തന്നു, എന്റെ കൂട്ടുകാരും ഉമ്മമാരും പറഞ്ഞു തന്ന കാര്യങ്ങളല്ലാണ്ട് എനിക്കും ഈ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഞാൻ നിങ്ങളോട് തുറന്ന്, എന്റെ മനസ്സ് തുറന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ആ വീഡിയോസ് എല്ലാം ഒന്ന് ഒഴിവാക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ ഉപദ്രവിക്കരുത്. അവരെ ഫേസും വെച്ച് നിങ്ങൾ വീഡിയോ ചെയ്യരുത്. ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം ഇതിൽ തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അതിൽ ഉറപ്പ് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, 100% നിങ്ങൾ ചെയ്തോ. അല്ലാതെ ഇങ്ങനെ ഒരു കുടുംബത്തെ 3 കുടുംബങ്ങളാണ് നിങ്ങൾ കാരണം തകർന്നു പോകാൻ പോകുന്നത്. 3 കുടുംബങ്ങളാണ് നിങ്ങൾ കാരണം തകർന്നു പോകാൻ പോകുന്നത്. ആ മാനസികാവസ്ഥ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഏറ്റവും വലിയ പ്രശ്നം എന്റെ കൂട്ടുകാരന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അവന്റെ ഭാര്യക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവന്റെ മോൾക്ക് ഇനി സ്കൂളിൽ പോകുന്ന സമയത്ത് എങ്ങനെ ഏത് രീതിയിൽ ചിത്രിക്ക വരും, ഒരു സൈറ്റിൽ പോകാൻ പറ്റുന്നില്ല, ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു രീതിയിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾക്കുള്ളത്. ഒരു രീതിയിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഒരു ടിക്കറ്റ് എടുത്തതിന്റെ പേരിൽ മാനസികമായിട്ടും വളരെയധികം തകർന്നു പോവാണ്. മാനസികമായിട്ട് തളർന്നു പോവാണെന്നല്ല, തളർന്ന് ഇനി ഈ വീഡിയോ നിങ്ങൾ ഏത് രീതിയിൽ ചിത്രീകരിക്കും, എങ്ങനെയാണ് ഇത് പുറത്തേക്ക് വരിക, ഇനിയിപ്പോ ഞാനത് ഉപ്പയാണെന്ന് തുറന്ന് പറഞ്ഞതിന്റെ രീതിയിൽ നിങ്ങളത് വേറെ രീതിയിൽ വളച്ചൊടിച്ച് കൊണ്ടുവരുമോ, എങ്ങനെയാണെന്ന് ഒന്നും എനിക്കറിയില്ല, ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് കൈകൂപ്പി ഞാൻ അപേക്ഷിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഉപദ്രവിക്കരുത്. ഞാൻ കൈകൂപ്പി നിങ്ങളോട് ചോദിക്കണം, ഉപദ്രവിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ദയവ് ചെയ്തിട്ട് ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏത് രീതിക്കുള്ള വീഡിയോസ് വേണം. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിലും നിങ്ങൾക്ക് എന്റെ നാട്ടിൽ വരാം. ഞാൻ പെരുന്നാളിനാണ് നാട്ടിൽ, ഞാൻ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടുന്ന് ലോഡ് എടുത്ത് എനിക്ക് ഒരു 4 ദിവസത്തെ യാത്രയുണ്ട്. 4 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തും. പെരുന്നാളിന്റെ 1-2 ദിവസം മുമ്പ് ഞാൻ എന്തായാലും വീട്ടിലുണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് വരാം. അറിയുന്ന കാര്യങ്ങൾ എന്റെ വീട്ടിലും എന്റെ നാട്ടിലും നിങ്ങൾക്ക് അന്വേഷിച്ച് മനസ്സിലാക്കാം. അല്ലാതെ ബത്തേരി ടൗണിൽ വന്ന് കിടന്ന് അവിടുന്ന് വേറെ എന്തോ ആവശ്യത്തിന് വന്ന് അവിടുന്ന് അറിഞ്ഞ ചുക്കട തുളാക്ക് സാധനങ്ങൾ കൊടുത്തിട്ട് യൂട്യൂബിൽ പ്രദർശിപ്പിച്ചിട്ട് നാട്ടുകാരെ കണ്ണും ചെവിയും നിങ്ങൾ ഇല്ലാതാക്കി കളയരുത്. നിങ്ങൾ മോശമായിട്ട് ചിത്രീകരിക്കുക. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ദയവ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾ ഇതിൽ പെട്ടു. ഇത് ഏത് രീതിയിലാണ് ഇത് പുറത്തോട്ട് വന്നത്, ഏത് രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അന്ന് ഈ കുഞ്ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇവരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അവർ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ വിളിച്ചിരുന്നു, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് അന്ന് ഷാഫിയോട് പറഞ്ഞിട്ട് വീഡിയോന്റെ മുമ്പിൽ തല കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വീഡിയോന്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളല്ല, വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യങ്ങളല്ല. നറുക്ക് കിട്ടിയതുകൊണ്ട് അവരിങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ട്, വീഡിയോ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ അതിൽ ഒന്നും പറയാൻ, ഞാനെടുത്ത ടിക്കറ്റിനും അല്ല നമുക്ക് അടിച്ചിട്ടുള്ളത്, ഞങ്ങളെടുത്ത ടിക്കറ്റ്.
ഞങ്ങൾ ഇത്രയും ആളുകൾ കൂടിയിട്ട് എടുത്ത ടിക്കറ്റ്, ഒരുപാട് ആളുകൾ ഞങ്ങളെ സഹായിച്ചിട്ടാണ് ആ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. എൻ്റെ പിന്നെ 3 പാർട്ട്നേഴ്സും 2 പാർട്ട്നേഴ്സും അറിഞ്ഞതിന് ശേഷം, അവരോട് പറഞ്ഞതിന് ശേഷമാണ് ഈ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഈ ടിക്കറ്റിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. ടിക്കറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. ഈ ടിക്കറ്റ് കാണേണ്ടവർക്കും ടിക്കറ്റ് എടുത്ത രീതികൾ അറിയേണ്ടവർക്കും എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് വരാം, എൻ്റെ നാട്ടിലേക്ക് വരാം. ഇനി എൻ്റെ നാട്ടിലേക്ക് വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ എങ്ങോട്ടാണ് വരുന്നത് വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഞങ്ങൾ വരാം. അല്ലാതെ സത്യാവസ്ഥ അറിയാതെ, ഇതിന്റെ കാര്യങ്ങൾ അറിയാതെ ജനങ്ങളെ മുമ്പിലിട്ട് ഞങ്ങളിങ്ങനെ പച്ചക്ക് നാറ്റിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സും ശരീരവും അത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതിന്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ, ഇതിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അല്ലാതെ ഒരു കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയില്ല, എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. കുഞ്ഞാൻ പാണ്ടിക്കാട് നറുക്കെടുത്ത വീഡിയോ, അത് സംബന്ധമായിട്ടായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്ന റൂമറുകളൊക്കെ ഉണ്ടായിരുന്നത്. അത് സംബന്ധമായിട്ടാണ് പിന്നീട് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത്. അതിനുശേഷമാണ് ഈ ഷാഫിയുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഷാഫിയുമായിട്ടുള്ള വീഡിയോസിൽ അവന്റെ ഫേസും കാണിച്ച ഒരുപാട് ആളുകൾ നിങ്ങൾക്കിത് ചെറിയൊരു കണ്ടന്റ് ആയിരിക്കും. സത്യമായിട്ട് നിങ്ങൾക്കിത് ചെറിയൊരു കണ്ടന്റ് ആയിരിക്കും, നിങ്ങൾക്കൊരു വരുമാനമായിരിക്കും. പക്ഷെ ആ വരുമാനം നിങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ നശിച്ചു പോകുന്നത്, ഒരു ഉപകാരം ചെയ്ത് നന്മ വിചാരിച്ച് ചെയ്ത ഞങ്ങളെപ്പോലുള്ള സാധുക്കളാണ് ഇതിൽ തകർന്നു പോകുന്നത്. ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ സത്യാവസ്ഥയാണ് ഞങ്ങളോട് പറഞ്ഞത്. 25 വർഷമായിട്ട് എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാം, എന്റെ നാട്ടിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാം. 25 വർഷമായിട്ട് യാതൊരു രീതിയിലുള്ള കണക്ഷൻ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന നാസർ എന്ന് പറയുന്ന വ്യക്തി. ഞാൻ എന്റെ ഉപ്പയായിട്ട് കണക്കാക്കുക പോലും ചെയ്യാത്തൊരു വ്യക്തിയാണ് ഈ നാസർ എന്ന് പറയുന്ന വ്യക്തി. ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ഉപ്പയാവോ? എനിക്കറിയില്ല. ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ഉപ്പയാവോ? എനിക്ക് വേണ്ടിയിട്ട് ഇന്നേ വരെ ഒരു കാര്യവും എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല. എന്റെ നാട്ടുകാരുടെ അറിവിലുണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ വിവാഹത്തിന് വന്നിരുന്നു, ശരിയാണ്. എന്റെ വിവാഹത്തിന് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടുന്നോ ആരോ പറഞ്ഞറിഞ്ഞു, ഒരുപാട് വീഡിയോസുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ അതായത് വിശാൽ മീഡിയ എന്ന് പറയുന്ന മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഷാഫി ഷാപ്പൂസ് എന്ന് പറയുന്ന മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ മറ്റു പല വീഡിയോസിലും ന്യൂസ് പേപ്പറുകളിൽ പോലും വന്നിട്ടുണ്ടായിരുന്നു എന്റെ വിവാഹ സമയത്തുള്ള ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളും. അത് എപ്പോന്നറിയോ? നിക്കാഹിന്റെ സമയത്തുള്ള വീഡിയോസാണ്, ഫോട്ടോസാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരുപാട് വീഡിയോസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എങ്ങനെയോ അറിഞ്ഞ് അദ്ദേഹം ഇവിടെ വന്ന് എന്റെ നാട്ടിലേക്കും വന്നിട്ടില്ല, നേരെ താമരശ്ശേരി എന്റെ വൈഫ് ഹൗസിലേക്കാണ് വന്നത്. അവിടെ വന്ന് എന്നെയും അവളെയും കണ്ടിട്ടാണ് മൂപ്പര് തിരിച്ചു പോയത്. അത് എത്രയോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ നിങ്ങളോട്. 3 വർഷം മുമ്പ് കഴിഞ്ഞാലും. പിന്നെ ഈ കുഞ്ഞാന്റെ തോളത്ത് കൈയിട്ട് നടക്കുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ, കുഞ്ഞാന്റെ തോളത്ത് കൈയിട്ട് നടന്നൊരു വീഡിയോ ഇപ്പോൾ ആരൊക്കെയോ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ വീഡിയോ വന്നിട്ടുള്ളത് എപ്പോഴാണെന്ന് അറിയോ? ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വീഡിയോ എടുത്ത ഡേറ്റും ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡേറ്റും എല്ലാം നിങ്ങൾക്ക് അറിയാം. കുഞ്ഞാനുമായിട്ട് യാതൊരു രീതിയിൽ പേഴ്സണലായിട്ട് എനിക്ക് ഒരു രീതിയിലുള്ള ബന്ധങ്ങൾ കുഞ്ഞാനായിട്ട് എനിക്കില്ല. ഒരു രീതിയിലുള്ള ബന്ധവും ഈ കുഞ്ഞാൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് എനിക്കില്ല. ആ വീഡിയോ ഡൗൺലോഡ് ആയിട്ടുള്ള ആ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം 3 വർഷം ആവാനായി ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. ഈ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ ആണ് പ്രചരിപ്പിക്കുന്നത്. ഇതിലുള്ള സമയം, ഇതിലുള്ള ഡേറ്റ്, ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നവംബർ 12-ാം തീയതി നവംബർ 2022 അപ്ലോഡ് ചെയ്ത വീഡിയോ ആണിത്. കാണുന്നുണ്ടോ എല്ലാവരും? കാണാൻ പറ്റുന്നുണ്ടോ? നവംബർ 12, 2022 അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. ഈ വീഡിയോന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ പരപ്പംപോയിൽ ഈ ദിവസം ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പരപ്പംപോയിൽ എന്റെ സുഹൃത്ത് നഹീംക എന്ന് പറയുന്ന എന്റെ സുഹൃത്ത്, ഈ നഹീംക എന്ന് പറയുന്ന സുഹൃത്തും എന്റെ ഭാര്യയും ഒരേപോലുള്ള ആളുകളാണ്, ഡിസേബിലിറ്റി ആയിട്ടുള്ള ആളുകളാണ്. അവരൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടും അവരൊരു പ്രോഗ്രാമിനും വേണ്ടിയിട്ട് പോയ സമയത്താണ് ഈ പറയുന്ന കുഞ്ഞാനും അതുപോലെ തന്നെ അവിടെ ഒരു വലിയൊരു പ്രോഗ്രാം നടക്കുന്ന, ഒരു കട്ടൗട്ടർ വെക്കുന്ന ഒരു പ്രോഗ്രാമും അതിന്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നത്. ഞാൻ ഇത്രയും എന്റെ ബുദ്ധിയിൽ അത്രയും ഓർമ്മയുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ അത്രയും വ്യക്തം, ഇനിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ കഴിയും, എനിക്ക് ഓർമ്മ വെച്ച് പറയാൻ കഴിയും. കാരണം ഞാൻ ഒരിക്കലും മസ്തിഷ്കം മരവിച്ച് പോയ ഒരു വ്യക്തിയല്ല. എനിക്ക് പല കാര്യങ്ങളും ഓർമ്മിച്ചെടുത്ത് എനിക്ക് പറയാൻ കഴിയും. ഇതില് അന്ന് സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് കുഞ്ഞാനത് നല്ല രീതിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നെ പോലും ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ സത്യസന്ധമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുഞ്ഞാനെ കണ്ടു, സൽമാൻ ഒരു കാറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കയ്യും കാണിച്ച്, സൽമാന്റെ ബോഡി ഗാർഡ്സ് അപ്പുറത്തുണ്ട്, ഇങ്ങനെ കയ്യും കാണിച്ച് അദ്ദേഹം പോയി. അത് കഴിഞ്ഞ് ഞാൻ കാണുന്നത് ഈ കുഞ്ഞാൻ പുറകിലൂടെ നടന്നു വരുന്നതാണ് ഞാൻ കാണുന്നത്. ഈ കുഞ്ഞാൻ നടന്നു വരുന്ന സമയത്താണ് ഞാൻ എന്താക്കുന്നത്, എന്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ പോയിട്ടൊരു വീഡിയോ എടുക്കട്ടെ,
മൂപ്പര കൂടെ ഒരു സെൽഫി എടുക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഞാൻ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഭാര്യയോട് സംസാരിച്ചാലും നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഞാൻ പോയിട്ട് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്, ആ വീഡിയോ എടുത്ത സമയത്ത് തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീഡിയോയുടെ സത്യാവസ്ഥ. ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തി, ഇതേപോലെ ഡിസേബിലിറ്റി ആയിട്ടുള്ള ആളുകളെയും പാവപ്പെട്ട വ്യക്തികളെയും സഹായിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ കണ്ട് ആ വ്യക്തി മുഖാന്തരം നേരിട്ട് കണ്ട സമയത്ത് ഇങ്ങനെ വീഡിയോ എടുത്തു പോവുകയാണ് ഞാൻ ചെയ്തത്. ആ വീഡിയോയിൽ തന്നെ അത് എന്റെ കൈയെടുത്ത് തട്ടിക്കളയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീഡിയോ ഒന്ന് എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും എന്റെ യൂട്യൂബ് ചാനലിലും കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് കാണാൻ കഴിയും. ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളെ വെറുതെ വിടണം. ഞങ്ങൾ ഇതിൽ നിങ്ങൾ എടുത്തതുപോലെ കൂപ്പൺ എടുത്ത വ്യക്തികളാണ്. ഞങ്ങൾക്ക് കൂപ്പൺ അടിച്ചു എന്നുള്ളൊരു തെറ്റല്ലാണ്ട് ഇതിൽ വേറെ ഒരു തെറ്റും ഞങ്ങളെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടില്ല. 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഞങ്ങളെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ദയവ് ചെയ്ത് നിങ്ങൾ നിർത്തണം. ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യാം. സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ. എന്റെ കൂട്ടുകാർ അവർ മാനസികമായിട്ട് തകർന്നു കഴിഞ്ഞു, ഞാനും. കാരണം ഇപ്പോ ഈ വീഡിയോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറെ ദിവസങ്ങൾക്ക് മുമ്പേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് എന്താണ് നമ്മൾ അതിന് പ്രതികരിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറം ലോകം അറിയുന്നത് വരെ ഇത് ഇങ്ങനെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് അവരെ സംബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുപോവുക. കൂപ്പൺ അടിച്ച ഞങ്ങളെയല്ല നിങ്ങൾ ഇതിൽ ക്രൂശിക്കേണ്ടത്. നിങ്ങൾ അവരാണ് ഇതിൽ എന്താണ് പറയേണ്ടത് വെച്ചാൽ നിങ്ങൾ അവരോടാണ് സംസാരിക്കേണ്ടത്. അവരെയാണ് നിങ്ങൾ ഇതിൽ പറയേണ്ടത്. എന്നെയല്ല പറയേണ്ടത്, എന്റെ സുഹൃത്തുക്കളല്ല പറയേണ്ടത്, എന്റെ കുടുംബത്തെയല്ല, എന്റെ സുഹൃത്തിന്റെ കുടുംബത്തെയല്ല ഇതിൽ കൊണ്ടുവരേണ്ടത്. ചെതലയത്ത് ജനിച്ചു പോയെന്നും എന്റെ കൂട്ടുകാരാണെന്നുള്ളൊരു വിഷയം വെച്ചിട്ട് ഈ 13 കൂപ്പൺ എടുത്തു എന്നുള്ളൊരു കാര്യം വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക, കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയണമെന്നും എനിക്കറിയില്ല, ഇനി എന്ത് ചെയ്യണമെന്നും എനിക്കറിയില്ല, നിങ്ങൾ ഇനി ഇത് ഏത് രീതിയിൽ കൊണ്ടുവരുമെന്നും എനിക്കറിയില്ല, ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. ഏകദേശം ഒരുപാട് സമയമായിട്ടുണ്ട് വീഡിയോ. നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളോടും, ഞാനും കണ്ടന്റ് ചെയ്യാറുണ്ട്. ഇതുപോലുള്ള കണ്ടന്റുകൾ ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഒരാളെ ഈ സത്യാവസ്ഥ അറിയാണ്ട് ആ ആളെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഒരിക്കലും ഞാനൊരു വീഡിയോ ഞാൻ ചെയ്യൂല. സത്യാവസ്ഥ കണ്ടിട്ടുള്ള വീഡിയോസ് ഞാനും ചെയ്തിട്ടുണ്ട്. എന്റെ മറ്റൊരു ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഞാനും ചെയ്തിട്ടുണ്ട്. സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം, അല്ലാതെ അറിയാതെ ഒരാളെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയും ഇന്ന് വരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഞാൻ ഇനി അപ്ലോഡ് ചെയ്യൂല. സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യുക, അത് നിങ്ങൾ അന്വേഷിക്കുക. പിന്നെ ഈ പറഞ്ഞ 2 വ്യക്തികൾ, ഈ ഫൈസൽ ചെറുവാടി എന്ന് പറയുന്ന വ്യക്തി, ഇയാൾക്ക് എന്നോട് എന്താണ്, എന്റെ കുടുംബത്തോട് എന്താണ്, ഈ ഷാഫി എന്ന് പറയുന്ന എന്റെ കൂട്ടുകാരോട് എന്താണ് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യം, എനിക്ക് ഒരു കാരണത്തിനും വെച്ചിട്ടും എനിക്ക് ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇയാളെ കുടുംബത്തിലോ ഇയാളെ ബാക്കിയുള്ള കാര്യങ്ങളിലോ ഇയാളെ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലോ ഒന്നും ഇന്നേ വരെ ഇടപെട്ടിട്ടില്ല. ഒരു കാര്യങ്ങളിലിട്ട് ഞാൻ പോയിട്ടുമില്ല, ഒരു കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ പോയിട്ടില്ല. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ വ്യക്തി, എന്താണ് അദ്ദേഹത്തിന്റെ പേര്, എന്തൊരു പേര് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ടാണ് കേട്ടോ കാണുന്നത്. അദ്ദേഹം ബത്തേരി വന്നു പോയി എന്ന് പറയുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്താണ് അദ്ദേഹത്തിനെ വരെ ഞാൻ കാണുന്നത്. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, ജനങ്ങൾ ഇത് വ്യക്തമായിട്ട് ചിന്തിക്കുക. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടക്കേണ്ട വ്യക്തികളാണ്. ഞങ്ങൾക്ക് ഇന്ന് മാത്രം ജീവിച്ചാൽ പോരാ, ഇനിയും മുന്നോട്ട് ജീവിക്കാനുള്ളതാണ്. വർഷങ്ങൾ ഞങ്ങൾക്ക് ഇനി ആയുസുള്ളതാണ്, ഞങ്ങൾക്ക് കുടുംബമുള്ളതാണ്, കുട്ടികളുള്ളതാണ്, നല്ല ജോലികളുള്ളതാണ്, ജോലി സ്ഥലങ്ങളുള്ളതാണ്, അവിടെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ളത്, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഉള്ളതാണ്. അവരെ മുമ്പിലൊക്കെ ഞങ്ങളെ വിലയും നിലയും ഇടിഞ്ഞ് തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണുള്ളത്. ഒരു കൂപ്പൺ എടുത്തു എന്നുള്ള ഒരു പേരിൽ മാത്രം എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. ദയവ് ചെയ്ത് ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. ദയവ് ചെയ്ത് ഞങ്ങളെ ഇങ്ങനെ ഞങ്ങൾ മാനസികമായിട്ട് തകർക്കരുത്. സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തും ചെയ്യാം. റീനാർക്ക് എടുക്കണോ എടുത്തോളൂ, ആ ടിക്കറ്റ് ഞങ്ങൾ തരും. ഞങ്ങൾക്ക് വേണ്ട ഇങ്ങനെയോ ഒരാളെ, ഒരു മനുഷ്യന്റെ വെറുപ്പ് ഇങ്ങനെയും സമ്പാദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ കൂപ്പൺ വേണ്ട, ഞങ്ങൾക്കത് വേണ്ട. ആ വീട് സ്ഥലം അവരെടുത്തോട്ടെ. ഇനി ഈ വീഡിയോ ചെയ്യുന്ന ആളുകളാണ് ഇത്, അവർക്കാണ് വേണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ. ഞങ്ങൾക്കത് വേണ്ട. ഞങ്ങൾക്ക് മനസമാധാനം വേണം, സ്വസ്ഥത വേണം, ജീവിക്കണം, സമാധാനമായിട്ട് ജീവിക്കണം. ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. എല്ലാവരും ഒന്ന് ഇനിയെങ്കിലും ഇതിലുള്ള സത്യാവസ്ഥകൾ എല്ലാവരും മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ആ വീഡിയോസ്, ഈ കണ്ട വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ വീഡിയോസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കോളൂ. ഞങ്ങളെ ഫോട്ടോസും ഡീറ്റെയിൽസും വെച്ചുകൊണ്ടുള്ള വീഡിയോ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ എത്തിക്കരുത്. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തിക്കാം, അത് തെളിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എത്തിക്കാം. അല്ലാതെ ഒരു കാരണവശാലും ഞങ്ങളെ വീഡിയോസോ കാര്യങ്ങളോ നിങ്ങൾ പുറത്തു വിടരുത് ദയവ് ചെയ്തിട്ട്. ഞങ്ങളും നിങ്ങളെപ്പോലെ 8300 സംതിങ് കൂപ്പൺ എടുത്തു എന്ന് പറയുന്നവരെ പോലെ കൂപ്പൺ എടുത്ത വ്യക്തികളാണ് ഞങ്ങളും.
അത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഞങ്ങൾ ഇതിൽ ആ നറുക്ക് അടിച്ചു എന്നുള്ളൊരു തെറ്റല്ലാണ്ട് ഇതിൽ വേറൊരു തെറ്റും ഞങ്ങളെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. 100% സത്യസന്ധമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് ഉണ്ട് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, എന്ത് നടപടി വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, കുറ്റപ്പെടുത്താം, ക്രൂശിക്കാം, ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഞങ്ങളിട്ടൊരു അപമാനിക്കാം. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലും ഒരു തെറ്റും ചെയ്യാണ്ട് നല്ലത് മാത്രം ചിന്തിച്ച് നല്ലത് മാത്രം പ്രതീക്ഷിച്ച് ചെയ്ത ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ നാട്ടുകാർക്കും ഞങ്ങൾ അറിയുന്ന വ്യക്തികൾക്ക് മാനസികമായിട്ട് വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്, വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ദയവ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് അത്രയും കേണി ഞാൻ അപേക്ഷിക്കുകയാണ്. അത്രയും കേണി. ഇതിൽ ഏറ്റവും വലിയ തെറ്റുകാരൻ ഞാനാണ്. കാരണം ഞാനാണ് ആ കൂപ്പൺ എടുപ്പിച്ചത്. ഒരു മനസ്സലിവ് തോന്നിയിട്ട് എടുപ്പിച്ചതാണ്. അവരും ഈ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള പല ചാരിറ്റി കാര്യങ്ങൾ പറയുന്ന സമയത്തും എന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ്. എനിക്ക് വേണ്ടിയിട്ട് നിന്ന് തന്നിട്ടുള്ള വ്യക്തികളാണ്. അവർക്കൊക്കെ ഇതേപോലെ സഹായങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. സഹായം ചോദിച്ചു വരുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ അന്നേരം എടുത്ത് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഇട്ട് ഞാൻ എൻ്റെ സ്റ്റാറ്റസിലിട്ട് എന്നെ അറിയുന്ന വ്യക്തികൾക്കറിയാം, എന്നെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾക്കറിയാം, അതുപോലെ എൻ്റെ നാട്ടിൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾക്കറിയാം. അല്ലാതെ ഒരാൾക്കും ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകൾ അറിയാനോ അവരെ മുമ്പിൽ ഇത് ബോധിപ്പിക്കാനോ ഞാൻ വരുന്നില്ല. ഒരിക്കലും ഞാൻ ഇനി വരാൻ പോകുന്നില്ല. ദയവ് ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാം. എല്ലാവരും അറിയണം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. എല്ലാവരും അറിയണം. ഞാൻ പറഞ്ഞതുപോലെയാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഇനി ഇതിൽ സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലേക്ക് വരാം. എൻ്റെ പള്ളി കമ്മിറ്റി ആയിട്ടും എൻ്റെ നാട്ടുകാരായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. എൻ്റെ നാട്ടിൽ വന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം. ഈ പറഞ്ഞ നാസറുമായിട്ടുള്ള വ്യക്തിയുമായിട്ട് ഞങ്ങളുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടും എൻ്റെ ഉമ്മ എങ്ങനെയാണ് എന്നെ നോക്കുന്നതും ഞാൻ എങ്ങനെയാണ് കുടുംബം കഴിഞ്ഞു പോകുന്നതും എൻ്റെ ഭാര്യ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ നാട്ടിൽ നിങ്ങൾക്ക് വരാം. ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബം എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഷാഫി എത്ര വർഷമായിട്ട് എത്ര മാസങ്ങളായിട്ട് ഈ ഫീൽഡിലുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ കാര്യം വളരെ വളരെ കാര്യോചിതമായിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഇതുമായിട്ട് ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിന്ന് തരാം. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവരെ നറുക്കെടുപ്പിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നറുക്കെടുക്കുകയാണെങ്കിൽ ആ നറുക്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളെടുത്ത കൂപ്പണിലുള്ള നറുക്ക് കിട്ടിയ വീട് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് 100% വേണ്ട. നിങ്ങളത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ദയവ് ചെയ്തിട്ട് ജീവിക്കാൻ അനുവദിക്കണം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ വീഡിയോ എന്തായാലും നിർത്തുകയാണ്.